സന്തോഷമുള്ള ജീവിതത്തിന് വെറും 1 മിനിറ്റ്. ആത്യന്തികമായിട്ടുള്ള അറിവിന് 7 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ 4ാമത്തെ അംഗമാണ് പ്രീതി എന്ന് പറയുന്ന അംഗം. അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ബാധകൾ പരിപൂർണമായിട്ടും നീങ്ങുന്ന സമയത്ത്, ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ 5 ശത്രുക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാമച്ചന്തം, വ്യാപാദം തുടങ്ങിയ 5 ശത്രുക്കൾ. ആ ശത്രുക്കൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ആനന്ദം, അതിന് ആ ആനന്ദം ഉയരും. അതായത് നമ്മുടെ നീവരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ശത്രുക്കൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉയരുന്ന ആ ആനന്ദത്തെയാണ് പ്രീതി എന്ന് പറയുക. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബന്ധനങ്ങളെല്ലാം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീതി എന്ന് പറയുന്ന സംഗതി കിട്ടാൻ തുടങ്ങും. ഇത് കൂടി പോകും. തീർച്ചയായിട്ടും ഇതിനെ കൂട്ടുക തന്നെ വേണം. ഈ പ്രീതി വളരെ അത്യാവശ്യമാണ് നമ്മൾക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിന്. കാരണം ഇത് അറിവിൻ്റെ ഒരു അംഗമാണ്. തീർച്ചയായിട്ടും ഈ പ്രീതിയെ നമ്മൾ വർദ്ധിപ്പിക്കണം, അതിനെ വീണ്ടും അഭ്യസിക്കണം.